തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയായ യുവതിയെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ പ്രതി ദീപക് കൃഷ്ണ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. കർണാടക പോലീസാണ് ദീപക് കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ സൂലിബലെ പോലീസ് ദീപകിനെ കസ്റ്റഡിയിലെടുത്തു. കേസന്വേഷണം നേരത്തെ തന്നെ കർണാടക പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. നടരാജ് പരശുറാം ചേരുകയാണ് വിവരങ്ങളുമായി. നടരാജ്, ഇയാളിപ്പോൾ ഈ ദീപക് കൃഷ്ണ ഇപ്പോൾ എവിടെയാണ്? പോലീസ് ചോദ്യം ചെയ്യുകയാണോ? ഒപ്പം തന്നെ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിനു മുൻപും ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഇയാൾ പങ്കാളിയായിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഉണ്ടല്ലോ നടരാജ്. പള്ളി സ്വദേശിയായ സുനിത എന്ന യുവതിയെ കഴിഞ്ഞ 3-ാം തീയതിയാണ് ഇയാൾ ആക്രമിച്ചത്. നായ്ക്കളുടെ ഷെൽട്ടറിൽ ജോലിക്ക് പോയ ആളാണ് സുനിത. അവിടെ വെച്ച് ഇയാൾ സുനിതയെ മർദ്ദിക്കുകയായിരുന്നു. തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിനായിരുന്നു മർദ്ദനം. ചുവരിൽ തലയിടിച്ചൊക്കെയാണ് മർദ്ദിച്ചത്. തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സുനിത തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഈ ദീപകൃഷ്ണയെ കർണാടക പോലീസാണ് പിടികൂടിയത്. ഈ സംഭവത്തിലെ കേസ് ഇപ്പോൾ കർണാടക പോലീസാണ് അന്വേഷിക്കുന്നത്. ഇവർ ഇന്ന് രാവിലെയാണ് കന്യാകുമാരിയിൽ നിന്നും ബംഗളൂരിലേക്ക് ബസ് മാർഗം വരികയായിരുന്ന ദീപകൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. മഹേഷ് സൂചിപ്പിച്ച പോലെ ഇയാൾക്ക് ഒരു മോശം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പല കേസിലും മുമ്പ് പിടിയിലായിട്ടുണ്ട്. കൊക്കൈൻ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെയും ഇയാൾക്കെതിരെ പലരെയും ആക്രമിച്ചതിലും കേസുണ്ട്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ശരി, ദീപകൃഷ്ണയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്.